ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റെനോൾട്ട് ഡസ്റ്റർ 2014 മോഡലാണ്. ഈ ഒരു വാഹനം ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. നമുക്ക് എന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ടൈമിംഗ് ബെൽറ്റ് വരുന്നുണ്ട്, അതിനോടൊപ്പം ബെൽറ്റ് ടെൻഷനർ ബെയറിങ്, പിന്നെ സർവീസ് വർക്ക്, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻറ്റ്, ഗിയർ ഓയിലൊക്കെ നോക്കണം. പിന്നെ 4 വീല് ബ്രേക്കും ഉണ്ട്. അപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്, നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടാണ് വന്നത്. അപ്പോൾ അത് ട്രിവാൻഡ്രം ജില്ലയിലെ വണ്ടിയാണ്. അപ്പോൾ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തു. ഞാൻ എൻ്റെ ടൈമിംഗ് ബെൽറ്റൊക്കെ ഓർഡർ ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ ഈ ഒരു വാഹനം വരുന്നതെന്ന് വെച്ചാൽ റെനോൾട്ട് ഡസ്റ്റർ ഡീസൽ വേരിയൻറ്റിൽ ലോഗൻ വെരിറ്റോ, അതുപോലെ തന്നെ ഡസ്റ്റർ, നിസാൻ സണ്ണി, ഇതെല്ലാം സെയിം എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് സെയിം പ്രൊസീജിയറാണ് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റിൻ്റെ നമുക്ക് മാറേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,04,146 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ടൈമിംഗ് ബെൽറ്റ് മാറേണ്ട കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. 60,000, 120, 1,20,000 കിലോമീറ്റർ അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ടൈം ബെൽറ്റ് ഒരു 10,000 കിലോമീറ്റർ മുന്നേ മാറിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഇതിൽ ഒരു ജാക്കി വെച്ചതിന് ശേഷം ഈ ഒരു മൗണ്ടിങ് ഇളക്കി ഇതിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് നമ്മൾ ഇളക്കി മാറ്റണം. അതിനോടൊപ്പം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈമിംഗ് ബെൽറ്റ് ഇളക്കാൻ കഴിയത്തുള്ളൂ. ടൈമിംഗ് ബെൽറ്റിൻ്റെ കവർ ഇളക്കണം. പിന്നെ ഒരു സെൻസറുണ്ട്, സെൻസറും ഇളക്കി നമ്മൾ ടൈമിംഗ് ലോക്ക് ചെയ്ത് ടൈമിംഗ് ബെൽറ്റ് മാറണം. അതാണ് ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇതിൻ്റെ ഓയിൽ ചേഞ്ചിങ് ഉണ്ട്, 4 വീല് ബ്രേക്ക് ഉണ്ട്, എല്ലാം നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നോക്കാം. ഇതാരും സ്വന്തമായിട്ട് ചെയ്യരുത്. എന്ന് വെച്ചാൽ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഒരു ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ടാവും, വണ്ടി പുള്ളിങ് കുറയും, മൈലേജ് കുറയും, സ്റ്റാർട്ടാവാൻ പാടായിരിക്കും. അപ്പോൾ ഇതെല്ലാം വിഷയം ഉണ്ടാകും. അപ്പോൾ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. ടൈമിംഗ് കറക്റ്റ് ആയാൽ മാത്രമേ ഫയറിംഗ് ഓർഡർ കറക്റ്റ് ആവത്തുള്ളൂ, ഡീസൽ പ്രോപ്പറായിട്ട് ഫയർ ആവത്തുള്ളൂ, വാഹനം സ്മൂത്തായിട്ട് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർ രീതിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000 കിലോമീറ്റർ ആകുമ്പോൾ അത് കമ്പനിയാണ് ബെൽറ്റ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്, ഏത് വർക്ക്ഷോപ്പിൽ എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. മാക്സിമം ശ്രദ്ധയോട് കൂടി തന്നെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കാണുക. നമുക്ക് ബെൽറ്റ് മാറണമെങ്കിൽ ഈ റൈറ്റ് സൈഡ് വീൽ ഇളക്കണം. വീൽ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഉണ്ട്, ഈ കാണുന്ന പുറമേ ഉള്ള ബെൽറ്റ്, ഈ ബെൽറ്റ് ഇളക്കി വിടണം. ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ ഉണ്ട്. ആ അഡ്ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തിരിച്ച് നമുക്ക് ബെൽറ്റ് ലൂസ് ചെയ്തെടുക്കാം. ഈ കാണുന്നതാണ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതായി കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പാൻഡർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് മേളിലോട്ട് വലിക്കുമ്പോൾ ഈ ബെൽറ്റ് ലൂസായി നമുക്ക് ഇളകി വരുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഇതിൽ എഞ്ചിൻ പുള്ളി ഇളക്കണം. എഞ്ചിൻ പുള്ളി ഒരു കീ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 17 നെറ്റ് നമ്മൾ ഇളക്കി ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഇളക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ബോൾട്ടാണ്, അത്യാവശ്യം നല്ല നീളമുണ്ട്. അത് പുള്ളിക്കനുസരിച്ച്, ക്രാങ്കിനനുസരിച്ച് നീളമുള്ളതാണ്. അത് നമ്മൾ ലൂസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന എഞ്ചിൻ പുള്ളിയാണ്. എഞ്ചിൻ പുള്ളി ഇളക്കിയെടുക്കണം. ഈ കാണുന്ന എഞ്ചിൻ പുള്ളി കണ്ടോ, ഇതിനകത്താണ് ടൈമിംഗ് ബെൽറ്റ് വരുന്നത്. കണ്ടോ, ഇതിനൊരു ടൈമിംഗ് ബെൽറ്റ് മാർക്കിംഗ് ഉണ്ട്. മാർക്കിംഗ് കറക്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിന് മേളിലായിട്ട് കവറിംഗ് ഉണ്ട്, കവറിംഗ് ഇളക്കണം. മൊത്തം ഡീറ്റെയിൽ നമുക്ക് നോക്കാം. നമുക്ക് എഞ്ചിൻ്റെ അടിയിൽ ഒരു ജാക്കി വെച്ചിട്ടുണ്ട്, ക്രോസ് വെച്ച് ജാക്കി വെച്ചു. അതിന് ശേഷം മൗണ്ടിങ് ഇളക്കി, എഞ്ചിൻ മൗണ്ടിങ്, മൗണ്ടിങ് ഇളക്കിയതിന് ശേഷം കവർ ഇളക്കി ബെൽറ്റ് ഇളക്കിയെടുക്കാം ടൈമിംഗ് വെച്ചതിന് ശേഷം. അങ്ങനെ നമ്മൾ ടൈമിംഗ് ബെൽറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇളക്കിയായിരുന്നു. ഈ കാണുന്നതാണ് ടൈമിംഗ് ബെൽറ്റ്. ഇതിന് ഓരോ ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ആരോ മാർക്ക് ഉണ്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇത് ഹെഡിൻ്റെ ക്യാം ഷാഫ്റ്റാണ്. ക്യാം ഷാഫ്റ്റിൽ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ ഉണ്ടോ, ഈ ഡോട്ട് മേളിലോട്ട് വരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പാണ് ഈ കാണുന്നത്. ഈ ഹൈ പ്രഷർ പമ്പ് ഈ കാണുന്ന ബോൾട്ട് കണ്ടോ, ഈ കാണുന്ന ബോൾട്ടിൻ്റെ നേരെ വരണം. അപ്പോൾ ഇതിലൊരു പച്ച ഡോട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് രണ്ടും കറക്റ്റായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ, ഈ ഒരു ഡോട്ടിൻ്റെ ഇടയിൽ 18 ടൂത്ത് ഉണ്ടായിരിക്കണം ഈ ഒരു പല്ലിന്, ഇതിൻ്റെ ഇടയിലായിട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 കറക്റ്റ് 18 ടൂത്തുണ്ട്, പല്ലുകളുണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വേറെ ബെൽറ്റിനുള്ള മാർക്കിംഗ് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർക്കിംഗ് കൊടുക്കുന്ന വാഹനത്തിന്. പിന്നെ ഇതിലൊരു ലോക്ക് ചെയ്യാനായിട്ട് ഒരു അലങ്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ലോക്കിംഗ് ടൂളോ എന്തെങ്കിലും വെച്ച് ക്യാം ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ക്രാങ്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയാണ് വരുന്നത്, അത് പറയാം. ഇതാണ് ഈ കാണുന്നതാണ് ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ബെൽറ്റ് ടെൻഷനറാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ബെൽറ്റ് മാറുമ്പോൾ എപ്പോഴും നമ്മൾ ടെൻഷനറും കൂടി മാറണം. ഇപ്പുറത്തെ സൈഡ് കാണുന്നത് വാട്ടർ പമ്പാണ്. വാട്ടർ പമ്പ് മാറണം എന്നാണ്, പക്ഷേ ഇതിൽ ഷേക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല, ലീക്കൊന്നുമില്ല. കസ്റ്റമറോട് ചോദിച്ചപ്പോൾ അടുത്ത ടൈമിംഗ് ചേഞ്ച് ചെയ്യുമ്പോൾ, ബെൽറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ മാറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഈ ഒരു കവറിനകത്ത് ഫുള്ള് ഡസ്റ്റും പൊടിയും എല്ലാം കയറിയിട്ടുണ്ട്. ഇതെല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് പുതിയ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. മൊത്തം ഡസ്റ്റാണ് കേട്ടോ. ഈ 1,00,000 കിലോമീറ്റർ വരെ ഇതുവരെ ഇളക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഡസ്റ്റ് മൊത്തം കയറി
മൊത്തം കുളമാവുന്നത്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് വരുമ്പോൾ സെറ്റ് ചെയ്തെടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതായി കാണുന്ന ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റ് ഇതായി കാണുന്ന മുകളിലോട്ട് കാണുന്ന ഒരു ആരോ മാർക്കുണ്ട്. മുകളിലൊരു കീ ആണ്, ലോക്കാണ്. അത് മുകളിലോട്ട് തന്നെ വരണം. അവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഈ ക്രാങ്ക് ലോക്ക് ചെയ്യുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രാങ്ക് ഷാഫ്റ്റ് സ്റ്റാർട്ടറിൻ്റെ അടിയിലായിട്ടൊരു ബോൾട്ട് ഉണ്ട്. അത് നമ്മൾ ക്രാങ്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കാണാം എങ്ങനെയാണെന്ന്. അപ്പോൾ ക്രാങ്ക് ലോക്കാവും. അങ്ങനെ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ ഓർഡർ ചെയ്തെടുത്തായിരുന്നു. ഗേറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബെൽറ്റാണ്. ബെൽറ്റിൻ്റെ കൂടെ ടെൻഷനർ ബെയറിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ഏതൊക്കെ വാഹനത്തിന് യൂസ് ചെയ്യാമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. മഹീന്ദ്ര ലോഗൻ, അതുപോലെ മഹീന്ദ്ര വെരിറ്റോ, അതുപോലെ തന്നെ ഇതിൻ്റെ റൊണാൾഡ് ലോഗൻ ഡസ്റ്റർ, പിന്നെ സ്കെല എന്ന് പറയുന്ന വാഹനം, പിന്നെ ലോഡ്ഗി എന്ന് പറയുന്ന വാഹനത്തിനും, അതുപോലെ തന്നെ നിസാൻ സണ്ണി, ഇതെല്ലാം സെയിം ടൈമിംഗ് ബെൽറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് വരുന്നുണ്ട്. ബെൽറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബെൽറ്റാണ്. 1,00,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടാൻ പറ്റും. ഇതിലൊരു മാർക്കിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൈമിങ്ങിനനുസരിച്ച് ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ടെൻഷനില്ല, കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും, ടൈമിംഗ് മാറത്തില്ല. അതിനോടൊപ്പം ഈ ഒരു ബെൽറ്റിൻ്റെ ടെൻഷനർ ബെയറിംഗ് കൊടുത്തിട്ടുണ്ട്. ബെൽറ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുന്ന ബെൽറ്റ് ടെൻഷനർ ബെയറിംഗ് ആണ്. ഇത് എപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് മാറിയാലും എല്ലാ വാഹനത്തിനും ഞാൻ ചേഞ്ച് ചെയ്താണ് വിടുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റർ, ടെൻഷനർ എന്നും പറയും, അഡ്ജസ്റ്റർ എന്നും പറയും, അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബെൽറ്റ് നോയ്സ് വരും, ബെൽറ്റിൻ്റെ ടെൻഷൻ കുറയും, ടൈറ്റിങ് കുറയും. അതുപോലെ തന്നെ ബെൽറ്റ് ബെയറിംഗ് പോയി കഴിഞ്ഞാൽ നോയ്സ് ഉണ്ടാവും. അതെല്ലാം പരിഹരിക്കാനാണ് ഈ ഒരു ബെൽറ്റിൻ്റെ ടെൻഷനറും ബെൽറ്റും കൂടി ചേഞ്ച് ചെയ്ത് വിടുന്നത്. കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ 60,000 കിലോമീറ്ററാണ് ഈ ഡീസൽ വേരിയൻറ്റ് വാഹനത്തിന് ടൈമിംഗ് ബെൽറ്റ് മാറാൻ വേണ്ടി പറയുന്നത്. പക്ഷേ 60,000 കിലോമീറ്റർ മുന്നേ 50,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഈ ടൈമിംഗ് ബെൽറ്റും ടെൻഷനർ മാറണം. അതുപോലെ തന്നെ 1,20,000 കമ്പനി അടുത്തത് മാറാൻ വേണ്ടി പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ 1,00,000 കിലോമീറ്റർ കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഈ ടൈമിംഗ് ബെൽറ്റ് ഡീസൽ വേരിയൻറ്റ് വാഹനത്തിന് ലോഡ് കൂടുതലാണ്. എൻജിൻ കറക്കാനായിട്ട് ഈ ബെൽറ്റിൻ്റെ സഹായത്തിലാണ് കറങ്ങി വാഹനം ഫയർ ആവുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഈ ഒരു കമ്പനി ബെൽറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4,721 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബെൽറ്റ് ആയതുകൊണ്ടാണ്. ബെൽറ്റും ടെൻഷനറും കൂടി ഉള്ള റേറ്റാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ ബെൽറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വരിക, ബെൽറ്റ് ഓർഡർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബെൽറ്റും കാര്യങ്ങളും. അതിനോടൊപ്പം ഇതിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ടൈമിംഗ് ബെൽറ്റ് ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ പുതിയ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ഈ ബെൽറ്റിൽ കയറുന്ന ആരോ മാർക്ക് ഉണ്ടോ, ആരോ മാർക്ക് കറക്റ്റ് ആയിരിക്കണം. ഇതായി കാണുന്ന ഒരു ഡോട്ടുണ്ട്. ആ ഡോട്ടും ആരോ മാർക്കും നമ്മുടെ ബെൽറ്റിൽ കൊടുത്ത ആരോ മാർക്കും സെയിം ആണ്. അതുപോലെ തന്നെ ഹൈ പ്രഷർ പമ്പിൽ കണ്ടോ, അതും സെയിം ആണ്. പിന്നെ താഴെ വരുന്ന ക്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ക്രാങ്കിൽ വരുന്ന ബെൽറ്റ് അതും ആരോ മാർക്ക് കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് അഡ്ജസ്റ്റർ കേട്ടോ. അഡ്ജസ്റ്റർ ഈ കാണുന്ന രീതിയാണ് അഡ്ജസ്റ്ററിൻ്റെ ലോക്കിംഗ് വരുന്നത്. ഇത് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്ററാണ്. ഇത് എത്രത്തോളം ടൈറ്റ് ചെയ്യണമെന്നും ഈ ഒരു ബെൽറ്റിൽ കൂടി തന്നെ പറയുന്നുണ്ട്, ഈ ഒരു അഡ്ജസ്റ്ററിൽ കൂടി തന്നെ. ഇതാണ് ഈ ഒരു അലങ്കി വെച്ച് ഇതായി കാണുന്ന കണ്ടോ, ഈ മുകളിലൊരു ഓരോ മാർഗം ഉണ്ടോ, ഒരു അതും ബാക്കിലത്തെ ആ ഒരു ഡോട്ട് സെൻറ്റർ കണക്കാക്കി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ടൈറ്റ് കറക്റ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെയാണ് നിൽക്കേണ്ടത്. ഇനി 12-ൻ്റെ അലങ്കിയുടെ ബാക്കിൽ വരുന്ന 13-ൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ബെൽറ്റിൻ്റെ എത്രത്തോളം ടൈറ്റ് വരുന്നു, അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ. ഇതിപ്പോൾ ക്രാങ്കാണ്. ക്രാങ്കിൽ വരുമ്പോൾ ഇതാ ഈ ഒരു ആരോ മാർക്ക് ഉണ്ടോ, ഈ ഒരു ഡോട്ട് ഉണ്ടോ, ഇവിടെ ഒരു ഡോട്ടുണ്ട്. ഈ 2 ഡോട്ടിലും ഇതുപോലെ മഞ്ഞ ആരോ മാർക്ക് ബെൽറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും സെയിം ആയിരിക്കണം. ഇതാ ഈ ഭാഗത്തും കണ്ടോ, അതും സെയിം ആണ്. ഇത് രണ്ടും സെയിം കറക്റ്റാണ്. ഇനി നമുക്ക് ബെൽറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം ബെൽറ്റ് ഒരു റൗണ്ട് കറക്കി നോക്കണം. വീണ്ടും ഇതുപോലെ കറക്റ്റ് അലൈൻമെൻറ്റ് ടൈമിങ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കവറിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ പുറമേ ഉള്ള ബെൽറ്റും സെറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് വാഹനം ഓയിലൊക്കെ ഒഴിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്ററും നമ്മൾ ടൈറ്റ് ചെയ്തായിരുന്നു. ടൈറ്റ് ചെയ്തെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ബെൽറ്റിൻ്റെ ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു പ്ലേ വേണം. പ്ലേ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത്രയും വലിയ ടൈറ്റും പാടില്ല, വലിയ ലൂസും പാടില്ല. ഈ ടൈറ്റിംഗ് ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ആരോ മാർക്കിൻ്റെ കറക്റ്റിനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കമ്പനി സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. ഇനി വാഹനത്തിൽ എഞ്ചിൻ നിന്ന് കറക്കി വീണ്ടും ടൈമിങ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഈ ആരോ മാർക്ക് രണ്ടാമത് കറക്കുമ്പോൾ മാറും. ഇത് നമ്മൾ കറക്റ്റ് ഒന്നാമത്തെ പ്രാവശ്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആരോ മാർക്കാണ്. ഇതിപ്പോൾ രണ്ടാമത് കറക്കുമ്പോൾ ഈ ആരോ മാർക്ക് മാറി ഇങ്ങോട്ടാവും, തിരിയും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ടൈമിങ് നോക്കിയാൽ മതി. ഇതാ ഈ കാണുന്ന വെട്ടും അതുപോലെ തന്നെ ഇത് ഈ ആരോ മാർക്ക് അതിന് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഡോട്ട് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതായി കാണുന്ന കണ്ടോ, ഇത് കറക്റ്റാണോ നോക്കണം.
താഴെ ക്രാങ്കിൻ്റെതും കറക്റ്റാണോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റിൻ്റെ രീതി. ഇങ്ങനെയാണ് ടൈമിംഗ് ബെൽറ്റ് മാറേണ്ടത്. നിങ്ങളുടെ വാഹനത്തിന് 50,000 കിലോമീറ്റർ ആകുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. 60 കമ്പനി പറഞ്ഞാൽ 50,000-ൽ മാറണം എന്നുള്ളതാണ്. ഈ പെട്രോൾ വാഹനത്തിന് ലോഡ് കുറവാണ് എഞ്ചിൻ കറങ്ങാനായിട്ട്. അതുകൊണ്ട് പെട്രോൾ വാഹനം 1,00,000 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. ഈ ഡീസൽ വേരിയൻറ്റിൽ 60,000 കിലോമീറ്ററാണ് പറയുന്നത് മാറാനായിട്ടുള്ളത്. 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ 2 പ്രാവശ്യം മാറണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫിന്നർ എന്ന് പറയുന്ന കമ്പനി ഓൾട്ടർനേറ്റർ, AC, വാട്ടർ പമ്പ് ഇതെല്ലാം ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 6PK 1199 എന്നാണ് ഇതിൻ്റെ നമ്പർ വരുന്നത്. ഇത് കോമ്പാക്റ്റബിൾ ഫോർ നിസാൻ, മൈക്ര, റൊണാൾഡ്, ഡസ്റ്റർ. അപ്പോൾ ഇതൊക്കെ സെയിം ആണ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ 578 രൂപ റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് ഫിന്നർ, അതുപോലെ തന്നെ ഗെറ്റ്സ്, ഇതുപോലത്തെ കമ്പനിയൊക്കെ നല്ല ബെൽറ്റുകളാണ്. ബെൽറ്റിന് മാത്രം ഇറക്കുന്ന കമ്പനികളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ അവർ ഇറക്കുന്നതാണ്. കണ്ടോ, അതിൻ്റെ നമ്പറേ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഓൾട്ടർനേറ്റർ ബെൽറ്റ്, AC ബെൽറ്റായിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യും. അങ്ങനെ ടൈമിംഗ് ബെൽറ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ EGR നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് EGR വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വാൽവിനകത്താണ് കരി കയറി അടഞ്ഞ് ബ്ലോക്ക് ആവുന്നത്. ഇത് അത്യാവശ്യം ഒരു 40-50% കരി ഉണ്ട് ഇതിനകത്ത്, ഈ വാൽവിനകത്ത്. ഇതെല്ലാം WD-40 ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യും. പക്ഷേ ഇത് മാനിഫോൾഡും കാര്യങ്ങളെല്ലാം ഇളക്കണമെങ്കിൽ എഞ്ചിൻ ഇറക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇളക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ തുടച്ച് വൃത്തിയാക്കി പോസും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും. ഇതാണ് സോളിനോഡ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. EGR ഐഡിയിൽ നിൽക്കുന്ന സമയത്ത് വാൽവ് ഓപ്പൺ ആവുകയും എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ചെയ്യുന്ന രീതിയാണ് ഈ ഡസ്റ്ററിന് വരുന്നത്. ഇത് ലോഗൻ, വെറിറ്റോ, നിസാൻ സണ്ണി, ഡസ്റ്റർ ഇതെല്ലാം സെയിം പ്രൊസീജിയറാണ് ഈ ഒരു EGR വാൽവിൻ്റെ പ്രോപ്പർ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മോക്ക് മാറും, വണ്ടിയുടെ വലിവ് കൂടും, മൈലേജ് കൂടും, പവർ കൂടും, ഇതെല്ലാം വരുന്നതായിരിക്കും. ഇത് 30,000 കിലോമീറ്ററിൽ ചെയ്യണമെന്നാണ്. പക്ഷേ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ എല്ലാം നോക്കും കേട്ടോ. എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻറ്റ്, ഗിയർ ഓയിൽ, 4 വീല് ബ്രേക്ക്, ഡീസൽ ഫിൽറ്റർ, ഇതെല്ലാം നോക്കി സെറ്റ് ചെയ്ത് വിടുന്നതാണ് 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസ്. അതിനോടൊപ്പം ടൈമിംഗ് ബെൽറ്റും ഉണ്ട്. ടൈമിംഗ് ചെയിൻ വരുന്ന വണ്ടിക്ക് ടൈമിംഗ് ചെയിനും ഉണ്ട്, ടൈമിംഗ് ബെൽറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്ന്. അങ്ങനെ ഡസ്റ്ററിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ ടൈമിംഗ് ബെൽറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ EGRൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻറ്റ്. നമുക്ക് ഡീസൽ ഫിൽറ്റർ കിട്ടിയില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ പിന്നീട് വന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഗിയർ ബോക്സ് ഓയിൽ മാറിയിട്ടുണ്ട്. 2 സൈഡ് സ്റ്റഡ് മൗണ്ടിങ് മാറിയിട്ടുണ്ട്. മൗണ്ടിങ് നല്ല ഷേക്ക് ഉണ്ടായിരുന്നു, സ്റ്റഡ് മൗണ്ടിങ്. ബ്രേക്ക് നമ്മൾ ബാക്കിൽ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, ഫ്രണ്ട് കാലിബർ ഷിം ചെയ്തു. എല്ലാം വർക്കും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്. അത്യാവശ്യം നല്ല കമ്പനി ബെൽറ്റ് നമ്മൾ ഇട്ടതുകൊണ്ട് നോയ്സ് ഒന്നും അധികം ഇല്ല, കറക്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇനി വാഹനം ഒരു 10 കിലോമീറ്റർ ഓടിച്ച് നോക്കി കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. റെനോൾഡ് ഡസ്റ്റർ ഇങ്ങനെയാണ് എൻ്റെ വർക്ക്. അപ്പം നമ്മളെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കൺ നമ്പർത്തിക്കുള്ള ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.